നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും പാർട്ടിയുടെയും അനുഗ്രഹങ്ങളും ആശംസകളും. നെഹ്റു ഒരു പട്ടാള ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ നേരത്തെ അറിയിപ്പ് കൊടുത്തിരുന്നു, അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ ആരും ഒന്നും അഭിപ്രായം പറയുകയോ പരാതി പറയുകയോ ചെയ്തിരുന്നു. അങ്ങനെ ശാന്തമായിട്ട് നെഹ്റു ഓരോരുത്തർ കണ്ടു പോയത് വഴിയിൽ പട്ടാള ക്യാമ്പിൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ സന്ദർശിച്ചു. ആശുപത്രിയിൽ ഓരോരുത്തരും രോഗികളെ കണ്ടു പോരുന്ന വഴിയിൽ ഒരാൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപകടം പെട്ട് ഒരു കാല് മുറിക്കാനുള്ള തീരുമാനമാണ് പട്ടാളം നേതൃത്വം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അത് ഇഷ്ടമല്ല. പക്ഷേ പട്ടാളം പറയുന്നത് അന്ന് നടപ്പിലാകും. അപ്പോൾ അത് കാലം മുറിക്കാൻ സമ്മതിക്കരുത്, എന്നെ ഈ രീതി തന്നെ നാട്ടിലേക്ക് പറഞ്ഞുകൊണ്ടും മറ്റ് ചികിത്സാ രീതി മതി എന്ന് പറയും. അത് കേട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഓഫീസിൽ വന്നിട്ട് ഓർഡർ ഇട്ടത്, പട്ടാളത്തിൽ അപകടം വരുന്ന പട്ടാൾക്കാർക്ക് അവരുടെ ഫാമിലി കൂടി അനുവാദം കൂടി വാങ്ങിയിട്ട് ചികിത്സ ഫൈനലാക്കാവൂ എന്ന്. അങ്ങനെ നാട്ടിലും പഠിക്കുന്ന കാലം മാറി അദ്ദേഹം വളരെ ഫേമസ് ആയി. അതാണ് നമ്മുടെ സിനിമയുടെ തിലകൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജനീയമായിട്ട് ജനങ്ങളുടെ പരാതി കേട്ട് ഒരു തീരുമാനം വിധിൻ അപേക്ഷ എടുത്തു കഴിഞ്ഞുള്ളതാണ്. നമുക്കും ഇന്നും ഇന്നലെയൊക്കെ നമുക്ക് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അവരെല്ലാം എങ്ങനെയായിരുന്നു നിങ്ങൾ തീരുമാനിച്ചു, ഞാനൊന്നും പറയുന്നില്ല. മറ്റൊന്ന് ശശി തരൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഭാഗ്യവാനാണെന്ന് ആരോ പറഞ്ഞു. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഇന്ത്യയിൽ വോട്ടുണ്ടായിട്ട് ആദ്യം വോട്ട് ചെയ്ത അന്ന് തന്നെ ആ തവണ തന്നെ പുള്ളി MP ആയി. പിന്നെ 4 പ്രാവശ്യം MP ആയി. യാതൊരു കഷ്ടപ്പാടും അറിയാതെ, ഒരു റിസ്ക്കും എടുക്കാതെ, ഒരു കൊടി പിടിക്കാതെ, ഒരു സമരം ചെയ്യാതെ അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായി 4 ടേം 20 വർഷം. പക്ഷെ അദ്ദേഹം മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് വേണ്ടി വാദിക്കേണ്ട ശശി തരൂർ, പ്രത്യേകിച്ച് മോഡിക്ക് വേണ്ടി, അല്ലെങ്കിൽ മോഡിക്ക് അനുകൂലമായ അനുകൂലമായിട്ട് വരേണ്ട തീരുമാനം എടുക്കാറുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ബുദ്ധിമാനാണ്, വിദ്യാസമ്പന്നനാണ്, വലിയ എഴുത്തുകാരനൊക്കെയാണല്ലോ, വിശ്വപൗരനാണ്. അദ്ദേഹം പറയുന്നത് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എൻ്റെ പൊന്ന് ശശി സാറെ, ബഹുമാനത്തോടെ അങ്ങയോട് പറയാണ്, നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, നേതാവാണെങ്കിൽ രാജ്യത്തിന് മൊത്തത്തിൽ വരുന്ന കാര്യം നമ്മളെല്ലാം ചോദിച്ചു നോക്കും. അത് നമ്മളൊക്കെ നിൽക്കുന്നതാണല്ലോ. നിങ്ങളെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായം പറയുന്നത്, അങ്ങനെ നിങ്ങൾക്കത് പറയാൻ പറ്റില്ല, നിശബ്ദത പാലിക്കുക, മൗന വിദ്വാനുഭൂഷണം പോലെ. പക്ഷെ നിങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങൾ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. അത് പാർട്ടി ബാധ്യതയാവും. അപ്പോൾ താങ്കൾ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് പാർട്ടിയിലെ പല നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്ന്. അങ്ങനെയാണ് എങ്കിൽ പാർട്ടി പറയുന്നത് എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വൈഫിൻ്റെ ഒരു അപകട മരണമൊക്കെ ഉണ്ടല്ലോ. പിണറായി സഖാവിനെ മറ്റേ കേസിൽ കുടുക്കിയിട്ടതുപോലെ ആ ഒരു കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ആ കേസിൽ കൊടുക്കുമ്പോൾ പേടി കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ പറ്റൂല, ഈ കോൺഗ്രസ് നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അന്തസ്സായിട്ട് വേറെ പാർട്ടി ചേർന്നു, ആർക്ക് കുഴപ്പം? നിങ്ങളില്ലെങ്കിലും ഈ ദിവസവും കടന്നു പോകുമെന്ന് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് പറഞ്ഞ പോലെ, അക്ബർ ചക്രവർത്തി എന്താണ് കൊട്ടാരം പണിതപ്പോൾ ഒരു വാചകം എഴുതണം, വാചകം. അതായത് ദുഃഖമുള്ളപ്പോൾ സുഖമുള്ളപ്പോൾ ദുഃഖങ്ങൾ, അങ്ങനെ പുകഞ്ഞ് ആലോചിച്ച ഈ വാക്കാണ് ഈ ദിവസവും കടന്നു പോകുമെന്ന്. അതിൽ 2 അർത്ഥമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേറെ പാർട്ടി ചേരാന്ന്, നിങ്ങൾ ചേർന്നൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നു പോകണില്ല, ഇന്ത്യ രാജ്യം തകർന്നു പോകില്ല.
നിങ്ങൾ എന്ത് പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേണ്ടി നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്ത് കഷ്ടപ്പെടുത്തുന്നുണ്ട്, എത്ര റിസ്ക് എടുത്തിട്ടുണ്ട്. ഈ വന്നു തന്നെ അധികാരത്തിൽ കയറി മന്ത്രി വരെ ആയില്ലേ. പല സന്ദർഭങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ അങ്ങ് പാർട്ടിക്ക് ബാധ്യതയല്ലേ. അത് വേണ്ട ശശി സാറേ, നമ്മൾ പറഞ്ഞു അത് വേണ്ട. നിങ്ങൾ ബുദ്ധിമാനാണ്, വിവരമുള്ള ആളാണ്, എഴുത്തുകാരാണ്, ഫിലോസഫിസ്റ്റാണ്, മനഃശാസ്ത്രിയാണ്, ശാസ്ത്രീയതയൊക്കെ ഉണ്ട്, ഒക്കെ ശരി തന്നെ. വിശ്വപൗരനാണ്, ZR ബോട്ടെ പോലെ, അല്ലെങ്കിൽ KR നാരായണൻ പോലെ, ഒക്കെ ശരി. നിങ്ങൾക്ക് അന്തസ്സായിട്ട് കോൺഗ്രസ് ഉൾക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല വാക്ക് കുറഞ്ഞ് പിരിഞ്ഞു പോവാ. സ്വരം നൽകുമ്പോൾ കളി സാറാൻ പോലെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കോൺഗ്രസ് നിൽക്കുന്ന ചില നേതാക്കളുണ്ടല്ലോ. അന്തോണി മകന് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടാണ് പുള്ളി നിൽക്കുന്നത്. എന്നിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ്. അവർ അന്തോണിയുടെ കാഴ്ച പോയി. ഇപ്പോൾ മുരളീധരൻ്റെ പെങ്ങൾ BJP കൂടി മുരളീധരൻ്റെ പഴയ ഇതൊന്നും പാർട്ടിയിലില്ല, ആൾക്കാർ അംഗീകരിക്കുന്നില്ല പഴയ ഇതിൽ. മറ്റൊന്ന് ഉമ്മൻചാണ്ടി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ, ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പിണറായി വിജയനാണെന്ന് പറഞ്ഞ ഓടി അദ്ദേഹത്തിൻ്റെ ഗ്യാസ് പോയി, പാർട്ടി നോട്ട പുള്ളിയാക്കി. ഇനിയോട്ട് സീറ്റ് കിട്ടിയത് ജയിക്കുകയില്ല. കാരണം നമ്മൾ നിൽക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനുകൂലമായിട്ടേ പറയാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൗനം വിദ്വാന് ഭൂഷണം പോലെ നിങ്ങൾ പ്രതികരിക്കാതിരിക്കാം, നിശബ്ദ പാലിക്കാം. അത് ബുദ്ധിമാൻ ലക്ഷണമാണ്. ബുദ്ധിമാൻ മാത്രമല്ല ബുദ്ധിമാൻ മാത്രമല്ല, വിദ്വാൻ ലക്ഷണമെന്ന് പറയുന്നുണ്ട്, സമ്മതിക്കാം. അത് പറഞ്ഞില്ല മറ്റേ ഉമ്മൻചാണ്ടി മകൻ ചാണ്ടി ഉമ്മൻ. അപ്പം അതുകൊണ്ട് അവരൊന്നും ഇപ്പോൾ ഇനി കോൺഗ്രസിന് 100% സുതാര്യമായതോ അല്ലെങ്കിൽ വിശ്വസ്തരോ അല്ല. അത് പാർട്ടി നേതാക്കളും വലിയ സീറ്റിൽ കാണുന്നുണ്ട്, അന്തോണിയെ പോലെ. അതുപോലെ ശശി തരൂർ നിൽക്കരുത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കോൺഗ്രസിൽ പോയിക്കോ. ആര് കുറ്റം പറയുന്നു, ആർക്കും എന്ന് പറയും. നിങ്ങൾ മോഡി പിന്താങ്ങി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങി എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഈ അകത്ത് നിന്നുകൊണ്ടുള്ള ഈ ദ്വയാർത്ഥ പ്രയോഗം അത് ബുദ്ധിമാന്മാർക്ക് മാത്രമേ മനസ്സിലാവൂ. കോൺഗ്രസിൽ ബുദ്ധിമാൻ ഇല്ല എന്നുള്ള അങ്ങയുടെ ആ ഒരു ധാർഷ്ട്യത്തോട് ചെയ്യുന്നുണ്ടല്ലോ, അത് വേണ്ട സർ. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അതങ്ങ് ചെയ്ത് വഞ്ചനയാണ്. അതങ്ങ് തീരുമാനം എടുക്കുക, എത്രയും വേണം തീരുമാനം എടുക്കണം. 4 പ്രാവശ്യം ഒന്നും അറിയാതെ പോണെന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ MP സ്ഥാനം കിട്ടി, രാജകീയമായിട്ട് അയാൾക്ക് വിദേശകാര്യ സഹമന്ത്രിയായി പാർട്ടി കോൺഗ്രസ് ഉപയോഗിച്ച് അങ്ങ് ആളും അർത്ഥമായി. ഇനി അത് വേണ്ട, അത് നിർണായക ഘട്ടമാണ്. ആ ഒരു സംഭവത്തെ പോലെ അടുത്തൊരു സംഭവം പറഞ്ഞല്ലോ, നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി തിരഞ്ഞെടുത്ത അഹമ്മദ് കബീർ സാഹിബ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, നല്ലൊരു മനുഷ്യനാണ്, കഴിവുള്ള വ്യക്തിയാണ്. അതായത് ഈ കേരളത്തിൽ VR കൃഷ്ണയ്യരെ പോലുള്ളവരോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനൊക്കെയുള്ള അപൂർവ ചില വ്യക്തികൾ ഒരാളാണ് അഹമ്മദ് കബീർ. മറ്റാൾ KT ജലീലാണ്. പക്ഷെ ജലീൽ ഇപ്പോൾ അടുത്ത കാലത്ത് തലതിരിച്ചു, ഏത് വേറെ കാര്യം. അഹമ്മദ് കബീർ അദ്ദേഹം മിടുക്കനാണ്, വിവരമുണ്ട്, വിവേകമുണ്ട്. പക്ഷെ എന്തു പറ്റി, അദ്ദേഹത്തിന് യൗവന കാലത്ത് കുഞ്ഞാക്ക തുടിയിച്ചിട്ടില്ല. ഇപ്പോൾ ഒന്ന് തന്നെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ സമയത്തോട് ദേശീയ സെക്രട്ടറിയൊക്കെ എന്ത് കാര്യം സാർ. അദ്ദേഹത്തിന് 10, 15, 20 വർഷം മുൻപ് ഒരു ദേശീയ സെക്രട്ടറിയായിട്ട് ആ വടക്കേ ഇന്ത്യയിലേക്ക് വിട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പലതും ചെയ്യാമായിരുന്നു. ചെയ്യാനുള്ള വിവേകമുണ്ട്, അറിവുണ്ട്, തിരിച്ചറിവുകൂടിയുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഒതുക്കി ഇപ്പം ഒന്നിനും കൊള്ളാത്ത സ്വന്തം ഭാരമായി നിൽക്കുന്ന, സ്വന്തം ഭാരമായിട്ട് അനുഭവിക്കുന്ന, കാരണം സ്വന്തം നിൽക്കാൻ പറ്റില്ല, കൈയാട് മറ്റാൾ സഹായം വേണം സ്റ്റേജിൽ വരണമെങ്കിൽ. നാളെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ദേശീയ സെക്രട്ടറിക്ക് പ്രാസം ഒപ്പിച്ച് എന്തിനാ സാർ, കുഞ്ഞാക്കന്മാർക്ക് മറന്നുപോലെ നിൽക്ക്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഞാൻ മുസ്ലിം എന്ന് വാക്ക് മാറ്റിയിട്ട് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് അല്ലെങ്കിൽ അതുപോലെ എന്തൊരു പേരാ പറഞ്ഞ് നിരന്തരമായിട്ട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാകുന്നില്ല. എടോ കുഞ്ഞാക്ക, ഞാൻ നിങ്ങൾ എന്നോട് പിടക്കം വിചാരിച്ച് എന്നെ ശപിക്കേണ്ട. എനിക്ക് യാതൊരു ഇഷ്ടപോലെ, നിങ്ങൾ മിടുക്കാണ്, സമ്പത്തിനാണ്. പക്ഷെ 77 വർഷമായില്ലേ കുഞ്ഞാക്ക ഈ പാർട്ടി ഉണ്ടായിട്ട്. 77 വർഷം. 1948 തുടങ്ങിയാണെങ്കിൽ ഇന്ന് 77 വർഷമായി. 77 വർഷം കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വളർന്നോ തളർന്നോ എന്നൊന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്നിപ്പോൾ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗയുടെ അതമ്പതിച്ചോന്നേ. ആരാണ് നിങ്ങളിത്തെ ദേശീയ സെക്രട്ടറി? ഇബ്രാഹിം സുലൈമാൻ സാട്ട്, ബനാത്ത് വാലയൊക്കെ നിന്ന സ്ഥലത്താണ് ബെഡാങ്ങിയുടെ ബാഹുവിക്തങ്ങൾ നിന്ന് പോറ്റിട്ടാണ് ആ ഖാദർ മൊയ്തീനാക്കിയത്. അത് ആരെങ്കിലും അറിയോ? എന്തെങ്കിലും കഴിവുള്ള ആളാണോ? എന്തെങ്കിലും പ്രഗത്ഭനാണോ?
ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ പ്രശ്നത്തേക്കാകുമ്പോഴേ എന്തെങ്കിലും ചില നോളജ് കഴിവുണ്ട്, അതുണ്ടോ അദ്ദേഹത്തെ അറിയുമെങ്കിലും അത് നിങ്ങളുടെ പാവയാണ്. നിങ്ങളുടെ ഒപ്പം എത്താത്ത ഒരു നേതാവിന് വെച്ചിരിക്കുക. എന്നിട്ട് എല്ലാം തങ്ങള് കുഞ്ഞാക്ക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വല്ലതും മനസ്സിലാകുന്ന ഇന്ത്യയിലെ സ്ഥിതി, ഈ മുജാഹിദും ജമാഅത്തും കാദിയാനും കൂതിയാനും സമസ്തയും മിന്നസുമത്തി കാന്തപുരം ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളിപ്പോഴും ഗ്രൂപ്പ് പറഞ്ഞ് തമ്മിലടിക്കുകയാണ്. സമസ്ത 2 വിഭാഗം, മുജാഹിദ് വിഭാഗം. നാളൊരു യോഗം വെച്ച് 10 മണിക്ക് പിരിച്ചു വിട്ട് പോലീസ് വന്ന് അതിൻ്റെ പേരിൽ നിങ്ങൾ ഗ്രൂപ്പ് അടിക്കുകയാണ്. എടോ വിഡ്ഢി കോമരങ്ങളെ, എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഇന്ത്യയിൽ നിങ്ങളുടെ വർഗ്ഗം, ഞാൻ പറയാം, എൻ്റെ വർഗ്ഗം ഞാൻ ഇപ്പോൾ പറയുക, നിങ്ങളുടെ വർഗ്ഗം, ഞങ്ങൾ മൊത്തത്തിൽ ഒറ്റ മുസ്ലിമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂല എന്ന് പറയുന്ന ഒരേ ഒരു മുസ്ലിമുള്ളൂ ഞങ്ങളുടെ വർഗ്ഗത്തിൽ. നിങ്ങൾക്കാണെങ്കിൽ ഗ്രൂപ്പ് വർഗ്ഗം, നിങ്ങളുടെ വർഗ്ഗം കാണിച്ചാണ് 2500 മുസ്ലിങ്ങളുടെ ബിൽഡിങ്ങുകൾ കഴിഞ്ഞ് 2024 തകർത്ത് കഴിഞ്ഞ് ബുൾഡോസ് കൊടുന്നു. ഈ 2025 100 മദ്രസകളും പള്ളികളും മക്ബറുകളെല്ലാം UP ഗവൺമെൻറ് പൊളിച്ചു കഴിഞ്ഞ് ബുൾഡോസ് കൊടുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ന്യൂനപക്ഷങ്ങളിൽ മൊത്തത്തിലും ചില്ലറായിട്ടും അധികാര സംരക്ഷണം ഏറ്റെടുത്ത മുസ്ലിം ലീഗിന് എന്ത് ചെയ്യാൻ പറ്റി? ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങൾ ഉത്തരം പറയണം. രാഹുൽ ഗാന്ധിക്ക് മിണ്ടുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധി മിണ്ടുണ്ടോ? UP ഉത്തർപ്രദേശ് UP ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 300ഓളം മദ്രസകളും മറ്റും തകർത്ത ബുൾഡോസ് വെച്ചു. അതേ സ്ഥാനത്ത് സുപ്രീം കോടതി പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ അത് ധിക്കരിച്ച് തടവൽ ഗണിച്ചുകൊണ്ട് തകർത്തു. 2024 ലോക റിപ്പോർട്ടാണ് പറഞ്ഞത്, ലോകത്തെ ഒരു വിദഗ്ധ സംഘടനയാണ് 2400ഓളം ബിൽഡിങ്ങുകൾ തകർത്ത് മുസ്ലിങ്ങളുടെ ബുൾഡോസറിട്ട്. എന്ത് തീരുമാനം എടുത്തത്? എന്ത് നടപടി എടുത്തു? കോൺഗ്രസ് എന്ത് ചെയ്തു? പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു? ഈ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ സ്വന്തക്കാരായിട്ട് ആ മാഡം ഒന്ന് പേരെങ്കിലും തടഞ്ഞു. അന്നും പ്രിയങ്കൊന്നും വന്നില്ല. നിങ്ങൾക്ക് 20% വരുന്ന മുസ്ലിങ്ങളുടെ ബ്ലോക്ക് വോട്ട് 99.9% കിട്ടിയിട്ട് രാഹുലെ, പ്രിയങ്ക, സോണിയ വിട്, അവർക്ക് ആൾക്കൂട്ടം കണ്ട് തല ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു സമുദായത്തിന് വേണ്ടി? നിങ്ങൾ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, നീതി പ്രവർത്തിച്ചാൽ മതി. ഞങ്ങളും സമുദായത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയല്ല, പക്ഷെ നീതി, വോയിസ് ഓഫ് ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും തുല്യ നീതി വിടും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നതാണ്, അല്ല മുസ്ലിങ്ങളുടെ വക്താവ് മുസ്ലിങ്ങൾ ആളായിട്ടല്ല. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, ദളിതരുടെ പാർട്ടിയല്ല. അത് ദേശീയതയുള്ള മതേതരത്വ പാർട്ടിയാണ്. പക്ഷെ നീതിക്ക് വേണ്ടി പറയുമ്പോൾ കൂടുതൽ അനീതി അനുഭവിക്കുന്നവരെ കുറിച്ച് പറയേണ്ടി വരുന്നു. അപ്പോഴാണ് നീതിയാവുള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ കാര്യം പറയേണ്ടി വരുന്നത്. അല്ല, ഞാൻ മുസ്ലിമിൻ്റെ വക്താവ് മുസ്ലിമിൻ്റെ ആളായിട്ടല്ല. അതുപോലെ രാഹുൽ ഗാന്ധി, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ട, പക്ഷെ അനീതിക്കെതിരെ, സമത്വത്തിനെതിരെ നിങ്ങൾ ചിന്തിക്കണ്ടേ? ഘോരം പഞ്ചായത്ത് പാർലമെന്റിലൊക്കെ നിങ്ങൾ സംസാരിക്കല്ലോ, തൊട്ടേന് വിളിച്ച് മോഡിയെ കുറ്റം പറയല്ലോ. എന്തേ UP യോഗി ഇത്രയും അനീതി കാണിച്ചിട്ട് നിങ്ങൾ ശബ്ദിക്കാത്തത്? എന്തേ മുസ്ലിം ലീഗ് കുഞ്ഞാക്ക നിങ്ങൾ ശബ്ദിക്കാത്തത്? എന്താണ് അവിടെ SP സമാജ്വാദി പാർട്ടിയൊക്കെ ഉണ്ട്, പല ഇവിടെ പിന്നോക്ക പാർട്ടികളും നേതാക്കളും ന്യൂനപക്ഷങ്ങൾ കാര്യം പറയുമ്പോൾ 2 നാവുള്ള ഈ നേതാക്കൾ മുലായം മരിച്ചു ഒക്കെ എന്ത് ചെയ്തു നിങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി? ഒന്നും അനക്കിയില്ല. അവർക്കെല്ലാം നിങ്ങളുടെ വോട്ട് മതി. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. ആ ഒരു അഭ്യാസമൊക്കെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗ് ആണെങ്കിലും ഇനി വേണ്ട. ഇനി നിങ്ങൾക്ക് തുല്യ നീതി, എല്ലാവർക്കും നീതി ലഭിക്കാൻ വേണ്ടി ശ്രമിക്കാൻ അതിന് കൂട്ടുകേൽക്കണം. മനസ്സിലായില്ലേ? ഇവിടെ കാന്തപുരത്തിന് ഒരു ഗ്രൂപ്പുണ്ടല്ലോ, മറ്റ് സമസ്തയുടെ ഒരു ഗ്രൂപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അത് ദേശീയത നോക്ക്, ദേശീയ പ്രസ്ഥാനമായിട്ട്. മറ്റ് ആത്മീയമായിട്ട് തങ്ങൾ നിർത്ത്. സമസ്തയുടെ അയക്കോ, ഒരു കുഴപ്പമില്ല, അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. തങ്ങൾ വർക്കാണ്, കുഴപ്പക്കാരൊന്നുമില്ല. നിങ്ങൾ രണ്ടും കൂടി കൂട്ടിക്കളത്തി നിങ്ങൾ നശിച്ചു പോകല്ലേ? നിങ്ങൾ നശിച്ചു പോകാണ്. ഇപ്പം പറയുന്നല്ലോ, അടുത്ത ഇലക്ഷൻ വഴി BJP CPM മുഖ്യമന്ത്രിയാവും കുഞ്ഞാക്കാന്ന് പറഞ്ഞേ. കുഞ്ഞാക്ക് ഒരുപക്ഷെ സ്ഥാൻസ് കിട്ടിയേക്കാം. അതുകൂടി ലീഗ് തീർന്ന്. ഇപ്പം മാണിക്ക് ശേഷം എന്താ പറ്റിയ കേരള കോൺഗ്രസ് തീർന്നില്ല. അതുപോലെ കുഞ്ഞാക്കൾക്ക് ശേഷം തീരാൻ പോവാണ്. നിങ്ങൾ വളർത്തിയില്ല. TH മുസ്താഫ് സാഹിബ് ഒരൊറ്റ മുസ്ലിം പാർട്ടിയിൽ വളർത്തിയില്ല. അതുപോലെ നിങ്ങൾ വളർത്തുന്നില്ല.
നിങ്ങൾക്കെല്ലാം വയസ്സ് എത്രയായി? 10, 75, 80 വയസ്സായില്ലേ? എന്നേക്കാൾ മൂത്താണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ഈ എത്ര കാലം ഉണ്ടാവും നിങ്ങൾ ആരോഗ്യത്തിൽ ജീവിക്കാൻ? ഞാനും ഒക്കെ ബാധകമാണ്, എനിക്കെല്ലാം ബാധകമാണ്. പക്ഷെ ഞാൻ അധികാരം ഉള്ള ആളല്ല, അതുകൊണ്ട് ഞാൻ പോയി ആരറിയാൻ പോകും. നിങ്ങളതാണോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാത്തത്? ആ മുസ്ലിം എന്ന് പേര് മാറ്റി നിങ്ങൾ ദേശീയ കാഴ്ചപ്പാട് മുന്നോട്ട് പോയതാണ്. അല്ലെങ്കിൽ ഒരു 30 വർഷം മുൻപ് ഈ അഹമ്മദ് കബീർ സാഹിബിനെ വടക്കേ ഇന്ത്യയിൽ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ വളരെ ശക്തമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു, നിങ്ങൾ വിട്ടില്ല. KT ജലീലിനെ നിങ്ങൾക്ക് തൊടിയിച്ചില്ല, അഹമ്മദ് കബീറിനെ തൊടിയിച്ചില്ല. പിന്നെ ജലീലിനെ പോലെ പുറത്ത് കാണുന്ന ഒരു തൻ്റെയുടെ ധൈര്യമൊന്നും അഹമ്മദ് ഇല്ലാത്തതുകൊണ്ട് അഹമ്മദ് അവിടുത്തെ പിടിച്ചു നിന്ന് അങ്ങനെ നിന്ന് മലപ്പുറത്ത് പോയി ഒരു MLA ആയി. ആ മുൻ MLA എന്ന് പറയാനുള്ള ഒരു ക്ലോസ് ഉണ്ട് ലീഗിൽ നിന്നിട്ട്. വേറെ എന്താ വേണ്ടി? ഇവിടെ ദേശീയ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്, 2 വനിതാ മെമ്പറെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം, തെറ്റൊന്നുമില്ല. അതിലൊരു മുസ്ലിമും ഉണ്ട്, പേരുണ്ട്, ഓക്കെ, അതും തെറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പേര് മാറ്റണം. എന്ത് പേരുമാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം എന്ന പദം മാറ്റം. ഞാൻ വീണ്ടും പറയാണ്, മുസ്ലിം എന്ന വാക്കിന് യാതൊരു കുഴപ്പമില്ല. അത് ഒരു മതപരമായിട്ട് സംസാരിക്കുന്ന സ്റ്റേജിൽ മറ്റേതൊരു മതത്തെക്കാൾ ഒപ്പമോ ഒരുപടി മുന്നിലുമാണ് മുസ്ലിം സമുദായം, ഇസ്ലാം. ഒരു കുറവില്ല. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുമ്പോഴേ നിങ്ങളത് മാറ്റണം. അത് മാറ്റം എന്ത് ഈ കോൺഗ്രസ് പറയാത്തത്? ഞാൻ വീണ്ടും കോൺഗ്രസ്സുകാരോട് പറയണം, UDF അധികാരത്തിൽ കയറ്റി ഞങ്ങൾ അടങ്ങുമെന്നുള്ള തീരുമാനമാണ്. അതിൽ സംശയമില്ല, കയറ്റുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം ലീഗിന് കൊടുക്കേണ്ട അവസരം എന്ന് പറഞ്ഞാൽ ഒരു 1/3 കൊടുക്കാവുള്ളൂ. മുസ്ലിം സമുദായത്തിൽ കിട്ടേണ്ട ആകെ ആനുകൂല്യത്തിന് 1/3 കൊടുക്കും. 2 ഭാഗം മുസ്ലിം പുറത്തേക്കാണ്. അവർക്ക് നിങ്ങൾ കോൺഗ്രസ് ആണ്, അവർക്ക് ലോൺ ലീഗായിട്ടുള്ള ആൾക്കാർ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ 5 സീറ്റ് കൂടുതൽ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. മാണിയെ കൊണ്ടുവന്ന്, ജോസ് കെ മാണിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ലീഗിൻ്റെ സീറ്റ് കൊടുത്ത്, തിരുവമ്പാടി ഒറ്റ കൊടുത്ത്, അതൊക്കെ ചെയ്തൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കഴിവൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. അതൊക്കെ മാന്യമാണ്, വേറെ അലമ്പൊന്നുമില്ല. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് ആകെ 3/1 വോട്ടാണ് ലീഗിനുള്ളത്, മുസ്ലിം സമുദായത്തിൽ നിന്ന്. കണക്കുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് അത്രയും കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് 50 സീറ്റ് മുസ്ലിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3/1 വേണ്ട 45 എടുക്കുക. ഞാൻ വീണ്ടും 45 കൊടുക്കുക, 50 പോട്ടെ, 45 എടുക്കുക, ഒരു 15 സീറ്റ് കൊടുക്കാവൂ. ഇനി പോട്ടെ 20 സീറ്റ് കഴിഞ്ഞ വർഷം കൊടുത്താണ് കുറക്കണ്ടായി എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡ് ഇല്ല. 20 സീറ്റ് കൊടുക്കുക. ബാക്കി 30 സീറ്റ് കോൺഗ്രസിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൽ അവർക്ക് ചേർത്ത് 30 സീറ്റ് കൊടുക്കണം. അത് കൊടുക്കാൻ നിങ്ങൾ പഴയ 2-3 സീറ്റ് കൊടുത്തിട്ട് ലീഗിൻ്റെ കപ്പാസിറ്റിയോട് ജയിക്കാമെന്ന് തോന്നിയാൽ അത് നടക്കില്ല. വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ട് പറയണം, യാതൊരു പക്ഷപാതവും ഇല്ല, ഒരു രീതിയിലും കുഴപ്പമില്ല. മുസ്ലിം ലീഗ് നേതാക്കളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട്, കോൺഗ്രസ് നേതാക്കളെ അംഗീകരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ന്യായമായിട്ട് ചെയ്യണം. ഇനി UDFന് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്കറിയാം, എന്നാലും പറയണം. ഇനി നിങ്ങൾ കേരളത്തിൽ ഏറ്റവും വ്യക്തിപരമായിട്ട് നോക്കിയാൽ, ഒറ്റയ്ക്ക് നോക്കിയാൽ ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പാർട്ടിയാണ് CPM തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതിൽ വല്ല സംശയമുണ്ടോ? അവർക്ക് ആകെ 5 ലക്ഷം മെമ്പർമാരെ കേരളത്തിൽ. 5 ലക്ഷം മെമ്പർമാർ. ലീഗിനേക്കാളും കോൺഗ്രസിനേക്കാളും ശക്തിയുള്ള പാർട്ടിയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ. അവർക്ക് 5 ലക്ഷം മെമ്പറാണ്. പക്ഷേ മുസ്ലിം ലീഗിനോ 23.5 ലക്ഷത്തോളം മെമ്പർമാരുണ്ട്. അതിനർത്ഥം സർവ്വ അനുഭാവികളെയും ചേർത്തിട്ടാണ് ഈ 23 ലക്ഷം. ഈ 23 ലക്ഷം ഉണ്ടെങ്കിൽ 1,10,15 ലക്ഷം ആകെ ഉണ്ടെങ്കിൽ അതിൻ്റെ 23 ലക്ഷം നടപ്പിയത് 4-8 4 വന്നിട്ടുണ്ട്. 4-1 വരുള്ളൂ. അത് ഞാൻ പിന്നെ ഒരു കൂടുതൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി, മറ്റ് സമുദായത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി 3/1 ആക്കിയത്. അത്ര സീറ്റ് കൊടുക്കാവുള്ളൂ. അത് വീണ്ടും പറയാൻ, കാരണം സീറ്റ് വിഭജനം തീർന്നു തുടങ്ങിയിട്ടുണ്ട് പാർട്ടികളിലെല്ലാം. അപ്പോൾ നിങ്ങൾ ഈ മാനദണ്ഡം കണക്കാക്കണം. ഞാൻ പറയല്ലോ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 65 സീറ്റുകളുണ്ട്. അതിൽ UDF കോൺഗ്രസ് മാത്രമാണ് ഭരിച്ചത്. നിങ്ങൾ എത്ര സീറ്റ് ജയിച്ചു? 6 സീറ്റ് അവർ ജയിച്ചുള്ളൂ. അവിടെ എല്ലാം 50% മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. ആ മുസ്ലിം ലീഗിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജയിക്കേണ്ടതല്ലേ? 50% ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു 10% താഴെയാണ് CPI. ബാക്കി 40% കിട്ടണം. പിന്നെ മറ്റുള്ള കിട്ടുമ്പോൾ നിങ്ങൾ കിട്ടുക 65 സീറ്റിൽ നിങ്ങൾ ജയിക്കേണ്ടതാണ്. കിട്ടിയത് 6 സീറ്റാണ്. പിന്നെ മറ്റു കണക്കാൻ പറഞ്ഞാൽ ആകെ 27 ലക്ഷം കിട്ടിയിരിക്കുന്നത്, അല്ല 17 ലക്ഷമുള്ള, ബാക്കി 12 ലക്ഷം. അങ്ങനെ എല്ലാം വച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അധികാരം നിലനിർത്താനല്ല, അധികാരം ഇനി കിട്ടണമെങ്കിൽ മുസ്ലിം ലീഗിന് അമിതമായി പ്രാധാന്യം കൊടുക്കുക. പ്രാധാന്യം കൊടുത്ത് മറ്റ് സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്.
അതേപോലെ കുഞ്ഞാക്ക പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് കെട്ടുകടക്കി ഇവിടെ വന്നപ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടായി. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അത് ചെയ്യും. ഇപ്പോഴത്തെ ചെലവല്ല, കുഞ്ഞാക്കരെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു CPM എന്നൊരു രീതി, BJP പോകാൻ പോകുന്നു, അങ്ങനെ പല പല ചർച്ചകൾ. അതൊക്കെ അച്ഛനും മകനും കഴുതെ കൊണ്ടുപോലെയാണ്. അതൊക്കെ തകർക്കാൻ വേണ്ടിയാണ്. ഞാൻ അതൊന്നുമല്ല പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന് മുസ്ലിം എന്ന പേര് എത്രയും പെട്ടെന്ന് മാറ്റി നിങ്ങൾ ദേശീയ കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് പോകും. ഇപ്പോഴും ഇനി അവസരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലീഗായിട്ട് ഇന്ത്യൻ ജനസംഖ്യയിൽ 3% ന്യൂനപക്ഷങ്ങളാണ്. 20% മുസ്ലിങ്ങളും മറ്റ് 10-15% മറ്റെല്ലാം കൂടി ചേർത്തിട്ട് ഏതാണ്ട് ഒരു 3-1 കൃത്യമല്ലേ പറഞ്ഞത്, റൗണ്ട് അബൌട്ട് 3-1. അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു അവസരമുണ്ട് ഉണ്ടാക്കാൻ. പക്ഷെ നിങ്ങളത് വേണ്ടതിൽ യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്കെതിരെ വരുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക, അതാണ് മാനവധർമ്മം. പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോഴും ആ വാക്ക്, ആ പദം അല്ലെ ആ ഫിലോസഫി ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴും ആ മണ്ടത്തരത്തിൽ നിൽക്കുകയാണ്. മണ്ടത്തരത്തിൽ അതല്ലേ ദേശീയ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റാണ്. അത് ഷിഹാദ് തങ്ങളുടെ കാലത്തൂലാണ് കൈകാര്യം ചെയ്തവണ് സംസ്ഥാന പ്രസിഡന്റാണ്, പറയുമ്പോൾ ദേശീയ പ്രസിഡന്റ്, വേറെ പേര് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും സാർ, ജനങ്ങൾ പണ്ടന്മാരില്ലെന്നേ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത് എന്നേക്കാൾ ബുദ്ധിമാന്മാരാണ് എല്ലാവരും. അതാ എൻ്റെ ചിന്താഗതി. അത് നിങ്ങൾക്കത് ബാധകമാണ്. ഇതൊക്കെ ആൾക്കാർ അത് വേറെ കളിപ്പീരാണ് അല്ലെങ്കിൽ അങ്ങനെ വച്ചാൽ മോശമല്ലേ. അത് ചെയ്യണം, അതാണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് CPIMൻ്റെ ഭരണമാണ്. അത് ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മാനസികമായിട്ട് സംഘ് പരിവാറോ അല്ലെങ്കിൽ BJP മുന്നേ സംഘ് പരിവാറായിട്ട് ഒരു ധാരണ എത്തി. അത് കുറേ നാളായി. അല്ലെ എന്ന് പറഞ്ഞ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പുണ്യവാളനുണ്ട്, അദ്ദേഹം സന്യാസിയായിട്ടാണ്. അദ്ദേഹമാണ് അടിച്ചിട്ട മുറിയിൽ ട്രിവാൻഡ്രത്ത് വെച്ച് യോഗ കൂടി പിണറായിയായിട്ട്. അപ്പോൾ പിണറായിയായിട്ട് ധാരണ എത്തി. ഉമ്മൻചാണ്ടി പിണറായിയോട് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയെ അകത്താക്കൂല, പിണറായി വിജയനെ പുറത്താക്കൂല എന്നൊക്കെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഇങ്ങനെ ധാരണ എത്തി. അന്ന് മുതൽ കണ്ണൂർ കുറേ സമാധാനം ഉണ്ട് കേട്ടോ, കുറ്റില്ല അതിൽ അവർക്ക് അനുഭവി. അതെങ്ങനെ ആക്കിയെടുത്തു, അതാണ് കുഞ്ഞാക്ക മനസ്സിലാക്കേണ്ടത്. ഈ പിണറായി സഖാന്ന് നിങ്ങളൊന്ന് വെറും പോന്തനല്ല, അദ്ദേഹം വളരെ മിടുക്കനാണ്. ബുദ്ധിയത കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, വലിയ വിദ്യാഭ്യാസം പറയുന്നില്ല, അയാൾ വളരെ മിടുക്കന കാര്യങ്ങൾ കാണാൻ. അദ്ദേഹം മിടുക്കനായതുകൊണ്ട് സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തപ്പോൾ അന്ന് ഇന്നത്തെ ചില ലോബികൾ അദ്ദേഹം വളർന്നുള്ള അപകടമാണ് എന്ന് കണക്കാക്കി അദ്ദേഹത്തെ കുഴിയിലിറക്കി. അതാണ് ലാവ്ലിൻ കേസ്. ഒരു കാര്യമില്ല, അന്ന് അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ ചില പ്രോത്സാഹനം കൊടുത്ത് ചില ഫണ്ട് കൊടുത്ത് ലാവ്ലിൻ കേസിൽ കുരുക്കി. അത് ലാലു പ്രസാദ് യാദവിനെ ബീഹാറിൽ കന്നുകാലി തീറ്റ കേസ് കിട്ടുമല്ലേ, അതിനൊക്കെ ആവശ്യം. അല്ലാതെ തന്നെ 10% കമ്മീഷൻ കിട്ടിയതിന് എത്ര 1000 കോടി രൂപയുടെ കിട്ടും. ഈ 100-500 കോടി കിട്ടിയിട്ട് വേണോ ലാലുവിന്? അല്ല, അത് അദ്ദേഹത്തെ ഒതുക്കി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒതുക്കി. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിൽ പോയി ഇപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയില്ലേ. അതാണ് ഇവിടുത്തെ ലോബിയുടെ ബുദ്ധിയാണ്. അങ്ങനെ ആ ബുദ്ധിയിൽ ഒന്നാണ് ഇപ്പോൾ പിണറായി ഒതുക്കിയത്, ലാവ്ലിൻ കേസ്. അവർ പിണറായിക്ക് ഇപ്പോൾ അവർ കൂടെ നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ശശി തരൂർ മറ്റേ കേസ്, ആ പെണ്ണിൻ്റെ മരണം, അതൊക്കെ ആരെ ചെയ്യുന്നത് എങ്ങനെ അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കക്ഷി എത്താണ് കേസ് കിടക്കുന്നത്, അതുകൊണ്ട് പുള്ളിക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. മുലായം സിംഗ് മരിക്കുമ്പോഴായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, മുലായം സിംഗ് മരിക്കുമ്പോഴായിട്ട് 3ാം പ്രതിപക്ഷ നേതൃത്വം ചെയർമാനാക്കി പ്രഖ്യാപിച്ചല്ലേ അദ്ദേഹത്തോ എന്താണ്. അപ്പോൾ BJP പറഞ്ഞത്, കാരണവരെ ഈ വയസ്സുകാലത്ത് അകത്ത് പോകണോ, മര്യാദ നിൽക്കാൻ പറഞ്ഞ്. അല്ല പല കേസുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അദ്ദേഹം ചാർജ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ശരത് പവാർ ഒരു കാര്യം ശരിയാണെങ്കിൽ ശരത് പവാർ പാർട്ടിയും ഇന്ത്യ മുന്നണി വിട്ട് BJPക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകണം. കേട്ട് ശരിയാണെങ്കിൽ അദ്ദേഹം മകൾക്ക് അദ്ദേഹം ജീവിച്ചിരിക്കാൻ തന്നെ ഒരു ഉറച്ച സ്ഥാനം ഏൽപ്പിക്കുക. അത് മരുമകനെ കൂടി എടുത്ത് മകൾക്ക് അച്ഛൻ നിൽക്കാൻ തന്നെ മാന്യ ഒരു സ്ഥാനം എത്തിക്കുക. അല്ലെങ്കിൽ ജോസ് കെ മാണിയെ പോലെ തകർത്തുള്ളൂ അറിയാം. അതാണ് പുള്ളിയപ്പാണ്. ഇനി ചിദംബരം ചില സംസാരങ്ങളൊക്കെ ഉണ്ട് ചിദംബരത്തിൻ്റെ, അതും ഒക്കെ പ്രശ്നങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക്. അത് തന്നെയല്ല, ചിദംബരം പിന്നോക്കക്കാരാണ്, മിടുക്കാണ്, സാമ്പത്തിക ശേഷികൾ. അദ്ദേഹത്തെ വേണമെങ്കിൽ AICC പ്രസിഡന്റ് ആക്കാമായിരുന്നു, പിന്നോക്കനുമാണ്. പക്ഷെ അതിന് വന്നത് കോൺഗ്രസ് ആക്കിയതാരെയാണ്? ഇപ്പോഴത്തെ ഗാർഗെ പ്രായമായതല്ല, ബേറ്റല്ലേ, പ്രായമായില്ല, 10-90 വയസ്സുണ്ട്, തന്നെ നിൽക്കാൻ പറ്റില്ല എന്നത്. അദ്ദേഹത്തിന് ഈ മോഡിക്ക് അമിത്ഷായുടെ മുമ്പിൽ എന്ത് ഷൈൻ ചെയ്യാൻ പറ്റും? എല്ലാ 10 പ്രസ്താവന നടത്തിയിരിക്കാൻ നല്ലത് ആക്റ്റീവ് നടക്കാൻ പറ്റുമോ? ചിദംബരം നല്ല. അപ്പോൾ ചിദംബരത്തിൽ വേറെ ദൂഷ്യമുണ്ട്. ചിദംബരത്തിൽ മറ്റേ സ്പെക്ട്രം കേസിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പെടുത്തിയതാണത്. അങ്ങനെ കോൺഗ്രസ്സിൽ തല പൊക്കാൻ പറ്റാത്ത കഴിവുള്ള എല്ലാ നേതാക്കളെയും ഒതുക്കിക്കളഞ്ഞു.
അതാണ് സംഗതി. അങ്ങനെ ഒതുക്കൽ ശ്രമം അത് ബുദ്ധിപൂർവ്വമാണ്, നയമാണ്. ഞാനൊരു കുറ്റം പറയില്ല. കാരണം കക്കാൻ പോലെ വിജയിക്കണം, തെറ്റോ ശരി വരെയാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും, പലതും കാണിക്കും. അത് നമ്മൾ വീഴാതിരിക്കേണ്ടിയിരുന്നു. ചിദംബരം വീണുപോയി സ്പെക്ട്രം കേസിൽ. കോടാനുകോടി രൂപയുടെ അഴിമതി അതാണ് പറയുന്നത്. അത് കൃത്യമാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതൊരു BJP ചായവുള്ള ഉദ്യോഗസ്ഥൻ ചെയ്താണ്. അയാൾ പിന്നെ മാപ്പപേക്ഷ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? കോടതി പിരിഞ്ഞ ശേഷം വക്കീൽ നിയമം തള്ളി കാര്യമില്ല. കോടതിക്കകത്ത് വെച്ച് നിയമം തെളിയണം. കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കാൻ നിയമം പറഞ്ഞ് കേസിൽ വിജയിക്കണം. കോടതി പിരിഞ്ഞ് ജഡ്ജി വിധിയും പറഞ്ഞ് പോയതിനു ശേഷം വീട്ടിൽ ചെന്നിരുന്ന് ഭാര്യയായിട്ട് സംസാരിച്ചിരുന്ന് മുറുക്കാൻ തിന്നുമ്പോൾ അല്ല ഇങ്ങനെ പറയായിരുന്നു എന്ന് വിചാരിച്ചു വല്ല കാര്യമുണ്ടോ? അതിൻ്റെ പ്രയോഗമാണ് കോടതി പിരിഞ്ഞതിന് ശേഷം നിയമം തെളിഞ്ഞിട്ട് കാര്യമില്ല, കോടതിക്കകത്ത് വെച്ച് നിയമം ഇടും. അതുപോലെ ഇങ്ങനെ കോൺഗ്രസ് ഒതുക്കാൻ സമയമുണ്ടെന്നൊക്കെ ചിദംബരം, സോണിയാഗാന്ധി, മറ്റു രാഹുൽ ഗാന്ധി അല്ലെ അതുപോലെ ഒക്കെ മനസ്സിലാക്കിയില്ല. അവർ ആപ്പിലായിപ്പോയി. അപ്പം ഇനിയെങ്കിലും കാര്യങ്ങൾ വാസ്തവം മനസ്സിലാക്കുക. എനിക്ക് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയോടും പിന്നെ രാഹുൽ ഗാന്ധിയോടും പറയാനുള്ളത്, ഏതായാലും ഒരു 20% മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. 30 കോടിയോളം വരുന്നത്. അപ്പോൾ അതെന്നും നോക്കി കൊല്ലാനോ അല്ലെങ്കിൽ മൂക്കിലെടുത്താലും പറ്റൊന്നുമില്ല. അതുകൊണ്ടാവും കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് കൂടി ഇന്ത്യയിൽ ജീവിച്ചേ പറ്റൂ. അവിടെ എന്ത് ചെയ്യണം? അതൊരു രാഹുൽ ഗാന്ധിയും ഈ പ്രിയങ്കയും ഇവർക്ക് വേണ്ടി സദാസമയം ഒന്ന് ശ്രദ്ധിക്കണം, കണ്ണുവയ്ക്കണം. ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ വലിയ അർത്ഥോടാണ്. ഇല്ലെങ്കിൽ 20% വരുന്ന മുസ്ലിം സമുദായത്തിൽ ഒരു 5% മനസ്സറിഞ്ഞ് BJPക്ക് സപ്പോർട്ട് ചെയ്താണല്ലോ, കഥ മാറും. നിങ്ങളുടെ സഭയെക്കൊണ്ടൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കത് മതി. 5% മാറുമ്പോൾ എത്ര കോടി വന്ന്? 5 കോടി, 30 കോടി, 5% 5 6 കോടിയാണ് വരുന്നത്. 6 കോടി വോട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നില ക്ലിയറായി. പിന്നെ ഈ 2% കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നൊക്കെ ആവശ്യമില്ല. അപ്പോൾ ഈ 2% ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യയിൽ? എടപ്പള്ളിയിലെ പൊങ്കച്ചം പറയുന്ന ഒരാളുടെ ഒരു കത്ത് പഠിച്ച ആള് കരിമനൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അറ്റകൈ ചെയ്യാൻ കോൺഗ്രസ്, രാഹുലെ, പ്രിയങ്ക, നിങ്ങൾ ഈ സമുദായത്തോട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത് അവസരം ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവർ ഒരുപടി ഒപ്പം തന്നെ ഇവരെ കൂടി സംരക്ഷിക്കണം എല്ലാ നിലക്കും. അതല്ലെങ്കിൽ കോൺഗ്രസ് ക്ഷീണമാണത്. കേരളത്തിലും അതെ, ഇന്ത്യയിലും അതെ. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഏറ്റവും വലിയ വിഭാഗമാണ് 20% ജനത. അവർ 99.9% നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. അടുത്ത ഭാവിയിൽ ഇത് മാറാൻ പോകുന്നില്ല. എന്നിട്ട് എന്തേ നിങ്ങൾ അവിടേക്കായിട്ട് പരിഗണിക്കാത്തത്? കേരളത്തിൽ പോലും വടക്കേരിയിൽ പോലും നിങ്ങൾ എന്ത് അവസരം കൊടുക്കുന്നുണ്ട്? ഞാൻ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്കയുടെ എല്ലാ സ്നേഹ ആദരവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നാട് നന്നാകുന്നുള്ള ആഗ്രഹമുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അല്പ പരിചയക്കുറവൊക്കെ ഉണ്ടെങ്കിലും കഴിച്ചുകൂട്ടാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ചെയ്തിട്ട് ഈ നിമിഷം വരെ സപ്പോർട്ടാണ് 99.9%. പക്ഷെ നിങ്ങൾ UPയിൽ ഇത്രയും വെള്ളിയും കളഞ്ഞിട്ട് നിങ്ങൾ എവിടെ എത്തി? മിണ്ടിയതിനെക്കുറിച്ച് ഒരു പത്രപ്രസ്ഥാനം വന്നതല്ലേ? അല്ല യോഗി അങ്ങനെ ചെയ്യരുതെന്നല്ലോ നിങ്ങൾ പറഞ്ഞെത്തിയോ? മറ്റു ചില സ്ഥലങ്ങളിൽ നിങ്ങൾ മണിപ്പൂരിൽ എത്ര പ്രാവശ്യം പറഞ്ഞെത്തി? കേരളത്തിൽ പ്രസിഡന്റായിട്ട് കത്തോലിക്കൻ തന്നെ വേണു, അത് റോമൻ കത്തോലിക്ക വേണു പറഞ്ഞ് നിങ്ങൾ മുൻകൈ എടുത്തല്ലോ. അതെന്താ ഇവിടുന്ന് കത്തോലിക്ക സഭ ഇറ്റലിയിലെ കത്തോലിക്ക പറഞ്ഞ്, ഇറ്റലി സോണിയ പറഞ്ഞപ്പോൾ മാനോട് പറഞ്ഞപ്പോൾ ഒരാളെ വെച്ച് 24 മണിക്കൂറിനകം നിങ്ങൾ ആളെ വെച്ചില്ലേ? ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ എതിർക്കൽ അനുകൂലിക്കാണ്. പക്ഷെ അതേ ചിന്തയും വികാരം നിങ്ങൾ എന്ത് ഈ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? അതുകൊണ്ട് ഈ വേഷം കെട്ടും അഭ്യാസമൊന്നും വേണ്ട. ഞാൻ പണ്ട് മുസ്ലിയാർ പറഞ്ഞപ്പോൾ പറയാണ്, സ്റ്റേജിൽ നിന്ന് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പുന്നവരെ തുപ്പാൻ വേണ്ടി എഴുന്നേൽക്കലും മനസ്സിലാകും എന്നുള്ള ഒരു ശൈലി കടമെടുത്ത് പറയണ രാഹുൽജി. ഇതെല്ലാം മനസ്സിലാക്കുന്നതാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഈ സമുദായം. അതുകൊണ്ട് മാന്യമായിട്ട് ഒത്തുതീർപ്പ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലത്, നമുക്ക് നല്ലത്, പാർട്ടിക്ക് നല്ലത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.